1 വെച്ച 2, 2 വെച്ച 4, 5 വെച്ച 10. പുള്ളി നോക്കി വെക്കണം, ശരിക്കും നോക്കിക്കൊള്ളാം. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ആർക്കും വെക്കാം, എവിടെ വെക്കാം, പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. ആർക്കും വെക്കാം. ചീട്ട് മലത്താൻ പോണ്, ചീട്ട് മലത്താൻ പോ വെക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആർക്കും വെക്കാം. ചീട്ട് മലത്താൻ പോണ്, വെക്കാം. ആ അയ്യോ, ഇതാ പറഞ്ഞ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. നാരായണൻകുട്ടി, എനിക്ക് റേഷൻ വാങ്ങാനുള്ള ഞാൻ ഈ കളിക്കുന്ന റേഷൻ വാങ്ങാൻ തന്നെയാ. ആർക്കും വെക്കാം, വെക്കാം. എന്റെ പൊന്ന് നാരായണൻകുട്ടി അല്ലേ, റേഷൻ വാങ്ങാണ്ട് പോയ ഓളെന്നെ ഇയാള് ചിണുങ്ങാണ്ട് സ്ഥലം കാര്യമാക്കും. ആർക്കും വെക്കാം, വെക്കാം. ആർക്കും വെക്കാം, വെക്കാം. നീ ഗുണം പിടിക്കൂല. ഇനി കൂടുതൽ എന്ത് ഗുണം പിടിക്കാനാ? വെക്കാൻ നോക്കി വെക്കണേ, പുള്ളി നോക്കി വെക്കണം. നീ കാശ് പോയിന്ന് പറയരുത്. നോക്കി വെക്കണം. അവൻ എന്റെ കുറെ കാശ് അടിച്ചോണ്ട് പോയി. അല്ല, ആ കാശും കൊണ്ടാവും അധികം ദൂരത്തൊന്നും പോവില്ലെന്ന് എനിക്കറിയാം. അല്ല ചെക്ക, നീ എന്തിനാ അവനെ തിരക്കണേ? എന്നെ ചെക്കാന്ന് വിളിച്ചാണ്ടല്ലോ. ചെക്കാന്ന് വിളിച്ച് ഇവനെന്നെ മൂക്കി വലിച്ചു കയറ്റും. ചെക്ക അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നോക്കി വെക്കണ. നോക്കാം. അയ്യോ പറ്റിച്ചല്ലോ. അത് ആർക്കും വെക്കാം, എവിടെയും വെക്കാം, എത്ര വെക്കാം, ഏത് ചെക്കിന് വേണേലും വെക്കാം. ആർക്കും വെക്കാം, പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെ പണം കമ്പനിക്ക് പോകും. ഒന്നുകൂടി വെച്ച് നോക്കണോ? ഓ എന്താ സൈസവൻ. കനകൻ ചേട്ടനെ കണ്ടാലേ അച്ഛൻ കാളയെ കൊണ്ടുവന്നത് പറഞ്ഞേക്കണം. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അവന്റെ അച്ഛൻ തന്നെ ഒരു കാളയുള്ള. അവന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചു മാറ്റി. നീ അതുകൊണ്ടാ അവൻ എന്റെ അടിച്ചു മാറ്റിയതാ. എന്നാലേ ഈ ചീട്ടും കൂടി വെച്ചോ. നീ കാശില്ലാണ്ട് ഞാൻ ചെയ്യാനാ? ഇവിടെ തീ ഉദിക്കാതാ നല്ലത്. എന്റെ പൊന്നില്ലല്ലേ, ഒരു 10 രൂപയെങ്കിലും എന്താ? ഏത് നേരത്താണ് ഇങ്ങനെ ഒരിടത്തിൽ കിട്ടിയത്? നിന്റെ അച്ഛൻ എന്നെ കണ്ടെന്ന്. ഇതാര്? കൊറേ നാളായല്ലോ വന്നിട്ട്. ഇവിടെയൊക്കെ മറന്നോ? അമ്മാവിന്റെ മോള് പറ്റൂ. അതെയോ? അവിടെ ആയിരുന്നു കുറച്ചു ദിവസം. അപ്പൊ പേര് നോക്കാൻ പോയതാ? എന്തായാലും ആളൊന്നും മിനുങ്ങിട്ടുണ്ടേ. എണ്ണ. എന്തിനാ 200 ആക്കുന്നത്? നിറച്ചാവാലോ. അപ്പുറം ഇപ്പുറം നോക്കാൻ ശരിക്കാ കുടുക്ക് വെക്കാൻ നോക്കടാ. അവന്റെ ഒരു ഇളക്കം. പൈസ നാളെ തരാം. അതിന് ചോദിച്ചില്ലല്ലോ. നിന്നേ. പോകുമ്പോ തിന്നോ. ബ്ലൗസാ ഇടാൻ വയ്യ, ഇത്ര ലൂസ് ആക്കണം. ഇവിടെ പുതിയതിന് അടിക്കാൻ നേരില്ല. അപ്പോഴാ എന്റെ പൊന്നു ഗോവിന്ദേട്ടനല്ലേ, നാളെ എനിക്കൊരു കല്യാണത്തിന് ഇട്ടോണ്ട് പോകാനുള്ളതാ. അതെ, നിന്റെ കൊഞ്ചലും കോയിലൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. അല്ല, ഇതാരാ പുതിയൊരാള്? കനകരാജൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാ. ആര്? നമ്മുടെ കനകനോ? നമ്മുടെയോ? നമുക്കൊക്കെ ഇനി കാണാൻ കിട്ടുവോ? നല്ല കളറല്ലേ. നീ ഇതുപോലെ വെളുത്തിരുന്നെങ്കി നീ പാറപ്പുറത്തിരുന്ന പാറ ഏതാ നീ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അത്രയ്ക്ക് സുന്ദരിയല്ലേ നീ. എനിക്ക് ഈ നിറമൊക്കെ മതിയേ. ഇത് ഇഷ്ടപ്പെടാനും ആളുണ്ട്. പറഞ്ഞ പോലെ കനകന് നീ കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് മുമ്പൂടി കണ്ടതാ. കൂടി തൊട്ട് വരുമ്പോ പോകും. എവിടുന്ന് കിട്ടിയത്? വെള്ളത്തിന്ന്. ആ മീനിന് തടാ. ഇത് എത്ര നേരം ചൂണ്ടിട്ടിട്ട് കിട്ടിയതാണെന്നറിയോ? നിന്റെ ആശാരൊന്നും വേണ്ട. ഇത് വെച്ചോ. എന്നാ പോട്ടെ, 2 ബീഡിയും തരാം. എന്നാ വെച്ചോ. വേണ്ട വേണ്ട, 100 റുപ്യ എന്നാലും ഞാനിത് തരില്ല. ഇത് വേറെ ആൾക്ക് കൊടുക്കാനാ. ആർക്കാടാ? അത് പറയില്ല. കുഞ്ഞപ്പാ നിക്ക്, 1 രൂപ കൂടി തരാം ഞാൻ. ചന്തയിൽ പോയി മേടിച്ചോടോ. വലിയ കളി വേണ്ട കേട്ടാ. വേണമെങ്കിൽ ഞണ്ടിനെ പിടിച്ചിരുന്ന പിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. പേടിപ്പിച്ച് പുതിയ പെണ്ണിനെ കുഞ്ഞപ്പ പേടിപ്പിച്ചു.
മീനിനെ കണ്ട് ആരെങ്കിലും പേടിക്കോ? ഇങ്ങോട്ട് വരുമ്പോ എത്ര ആള് ചോദിച്ചു ഞാൻ പറഞ്ഞു തരൂല. ഇതേ ഞാൻ നിന്നക്കായി പിടിച്ചതാ, പുതിയ പെണ്ണിന് എന്റെ വക. ചിരിക്കല് കാണാൻ എന്ത് രസാ. വെള്ളുവെള്ളം നല്ല ആമ്പല് മാതിരി ഉണ്ട്. മുടിയിൽ ചൂടാൻ ആമ്പല് വേണം. താന്നിക്കുന്നിന്റെ ചോട്ടിലെ പൊട്ടക്കുളത്തിൽ നിറയെ ആമ്പല. കുഞ്ഞപ്പ പുറത്തുണ്ട് വരാം. എന്താടാ? മീനെ പുഴയെന്ന് പിടിച്ചതാ. ഇങ്ങതാ. ഇതിന് എത്ര കാശ് വേണം? അയ്യേ, കാശോ? ഞാൻ വാങ്ങൂല. ഞാനേ ഇവർക്കയച്ചു കൊണ്ടുവന്നതാ. നിന്റെ സൗജന്യൊന്നും വേണ്ട. ഞാൻ പോവാ, എനിക്ക് കാശൊന്നും വേണ്ട. ഇനിയും കൊണ്ടുവരാട്ടോ. അവനെവിടെ പോയി? കാശ് കൊടുത്തില്ലല്ലോ. വേണ്ടാത്രേ. ഒരു പാവല്ലേ? പാവം. ഇങ്ങനെ കണ്ടോട്ടെ. ഭയങ്കര സാധന. കുളിക്കുമ്പോ ഒളിച്ചിരുന്ന് നോക്കും. യമനകുട്ടിയെ ഇല്ലാത്തത് പറയരുത്. ചെത്തുകാരും വാസുവിന്റെ കയ്യിൽ നിന്ന് പിന്നെ തല്ലിയിട്ടത് എന്തിനായിരുന്നു? ഓഹോ, അപ്പൊ അങ്ങനെയാണോ? ഇവിടെ വാ. ഇത് വാങ്ങിയിട്ട് വേഗം സ്ഥലം വിട്ടോ. സൈലൻസ്, സൈലൻസ്. ആരാത്? വീരമണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു വന്നതാ. എന്തിനാ? അതെനിക്കറിയോ. അവന്റെ അച്ഛൻ പറഞ്ഞു വെച്ചതാ. ഇപ്പൊ തന്നെ ചെല്ലണം എന്ന് പറഞ്ഞു. അത്യാവശ്യ. വീരമണി, സ്റ്റാൻഡപ്പ്. പൊയ്ക്കോളൂ. വീരമണി നിന്നെ നിക്കടാ. സ്പീഡ് കുറച്ചൂടെ. അച്ഛൻ എന്തിനാ വിളിച്ചത്? വിളിച്ചില്ലല്ലോ. പിന്നെ നീ സ്കൂളിൽ ഒന്ന് പറഞ്ഞതാ. അതെ, നോണ. എടാ നിന്നെ പറ്റിച്ചേ. വീരമണിനെ പറ്റിച്ച്. അയ്യോ, എടാ എന്തിനാ എന്നെ വിളിച്ചിറക്കിയത്? ഒരു കാര്യത്തില. എന്താ കാര്യം? പറടാ. നീ വിട്, ഞാൻ പറയാം. കണ്ടോ, ഒന്ന് വായിച്ച. എഴുത്തും വായന അറിയാത്ത നീ എന്തിനാ പുസ്തകം വാങ്ങിച്ച? ഞാൻ ചന്തയിൽ പോയപ്പോ വാങ്ങിയതാ. എനിക്ക് കേൾക്കാൻ വാങ്ങിക്കടാ.